ആദ്യ കാലങ്ങളിലൊക്കെ ഹോട്ടലുകളിൽ ചെന്നാൽ അവിടെ വ്യക്തമായിട്ട് വില വിവര പട്ടികകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന സാധനത്തിന് ഇന്ന റേറ്റ് എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് പല ഹോട്ടലുകളിൽ എന്തില്ല, അതില്ല. ശരി, ചുമരില്ലെങ്കിലും കൊണ്ടുവരുന്ന മെനു കാർഡ് ഉണ്ടല്ലോ, അതിലുണ്ടെങ്കിലും ഒരാശ്വാസമാണ്. ഒരു പിന്നെന്താ പറയുക, ഒരു കുടുംബത്തിനൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സംഖ്യകൾ പലപ്പോഴും ഒരു തമാശക്ക് പറയാറുണ്ട്, ഉമ്മ മക്കൾക്കൊക്കെ കഞ്ഞി വിളമ്പി കൊടുത്തൊരു സമയം അതിലൊരു ആളുടെ പിന്നെ പാത്രത്തിൽ ഒരു വറ്റ് കണ്ടു എന്നാണ്. അപ്പോൾ ആ കുട്ടി അത്ഭുതത്തോടെ പറയണേ, ഇതാ അമ്മ ഒരു വറ്റ്. അപ്പോൾ ആ ഉമ്മ പറയണെന്നാൽ നിൻ്റെ കാക്കക്ക് ഒരു പൊട്ട് കൊടുക്കുക. അത്രത്തോളം ദാരിദ്ര്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം മതി മറന്നിട്ടാണ് ഇന്ന് മക്കൾ അല്ലെ ഈ തലമുറ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ചില വീഡിയോകളിൽ പിന്നെ അവിടുത്തെ ഭക്ഷണത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്ന വീഡിയോസ് കാണാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർ ഈ ഒരു പ്രൊമോഷൻ നടത്തുന്നത് ഒരു പക്ഷേ അവർക്ക് ഭീമമായൊരു സംഖ്യ ലഭിച്ചതുകൊണ്ടാണ് അല്ലേ. അല്ലാതെ പിന്നെ അവരുടെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യണതല്ല, ഒരു റിവ്യൂ പറയുന്നതല്ല, അങ്ങനത്തെ ഉണ്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ വലിയ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവർ ഹോട്ടലിലേക്ക് വന്ന് ഈ ഭക്ഷണം കഴിച്ച് അതിൻ്റെ റീൽസൊക്കെ എടുത്തിടുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ 1.5 മിനിറ്റ് 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ആയിരിക്കും ആ വീഡിയോ ഒക്കെ അവർക്ക് കിട്ടുന്നത് ലക്ഷങ്ങളൊക്കെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഒരു എപ്പിസോഡ് ആരംഭിക്കുന്നു. ഇന്ന് നമ്മുടെ കൂടെ ടീച്ചറും ട്രെയിനറുമായ ഷമീം വണ്ടൂരാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും കാണുന്ന ഒന്നാണ് ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതായത് ഈവനിങ് പിന്നെ സ്നാക്സുകൾ, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇപ്പോൾ ഉച്ചഭക്ഷണമാണെങ്കിലും അല്ലെങ്കിൽ രാത്രി ഫുഡാണെങ്കിലൊക്കെ അവിടെ ഒരു പ്രത്യേകതയൊക്കെ കൊടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ആളുകൾ ഒഴുകിയെത്തുന്ന ഒരവസ്ഥ ഇപ്പോൾ ഈ ഒരു അടുത്ത കാലങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ നാട്ടിലൊക്കെ STD ബൂത്തുകളായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നത്. അതിനേക്കാൾ മാരകമായിട്ട് എന്തുണ്ട്, ഇന്ന് ഹോട്ടലുകൾ പിന്നെ കുമിഞ്ഞു കൂടിയ ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഭക്ഷണം, അതിൻ്റെ പിന്നെ ശാസ്ത്രം, മതപരമായ വിഷയങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാബാദ്. വളരെ സ്നേഹത്തോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ചർച്ച. നമ്മൾ പല വിഷയങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചും കേരളത്തിലൊരു വിവാദമായൊരു വിഷയം കൂടിയാണ് ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ടൊരു കാര്യം. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞൊരു 1-2 ആഴ്ചയായിട്ട് ഭയങ്കരമായിട്ട് ചില പിന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇട്ടിട്ട് പല ആളുകളും വളരെ പ്രചാരം നേടിയിട്ടുള്ളൊരു സംഭവമാണ്. വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ചിലതൊക്കെ ശ്രദ്ധിക്കപ്പെടലും ചിലതൊക്കെ കത്തിപ്പോകലും, അഥവാ എന്താ പറയുക, ഒരു ഹൈപ്പ് കിട്ടൽ. പക്ഷെ നമ്മളെന്തായാലും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പം പ്രത്യേകിച്ച് മലയാളികൾ ഒരു ട്രെൻഡുകളുടെ പിന്നാലെ പോകുന്ന ഒരു കൾച്ചർ ഇപ്പം അടുത്ത കാലത്ത് വല്ലാതെ കൂടിയിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ല കാര്യത്തിൽ. തീർച്ചയായിട്ടും. മാത്രമല്ല ഇപ്പോഴുള്ള ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ സോഷ്യൽ മീഡിയക്ക് വലിയ പങ്കുണ്ടെന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടാവില്ല ഷെയർ ചെയ്യാൻ. ഒരു സാധാ ഒരു കുഞ്ഞു ഒരു ഹോട്ടൽ എന്ന് പറയാൻ മാത്രമില്ല, ഒരു ഷെഡിൽ വെച്ചിട്ട് അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് അവിടെ ഹോട്ടൽ നടത്തുന്നുണ്ട്. ഒരു പിന്നെ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുന്നിലായിട്ടൊരു ക്യാൻറ്റീൻ അല്ലെങ്കിലും അങ്ങനത്തെ രൂപത്തിലാണുള്ളത്. അപ്പോൾ യാദൃശ്ചികമായിട്ട് അതിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ 2 സുഹൃത്തുക്കൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. നല്ല ഭക്ഷണം ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഉണ്ട് ഒരു വലിയൊരു വാഹനത്തിൽ ഒരു 2 വാഹനങ്ങളായിട്ട് ഒരു 10-12 ആൾക്കാർ. അപ്പോൾ അവർ നമ്മുടെ നാട്ടിലെ സ്ലാങ്ങിലല്ല സംസാരിക്കണത്, തൃശ്ശൂർ സൈഡിലുള്ള സ്ലാങ്ങിലാണ്. അപ്പോൾ ഇവർ ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അവിടേക്ക് എത്തിയില്ല. അതിൽ ഇവർ വന്ന് കയറുന്നത് കണ്ടപ്പോൾ തന്നെ ഇക്ക പറയുന്നുണ്ട്, പടച്ചോൻ എന്നിപ്പോൾ അത് ഇനിയിപ്പോൾ സ്വീപ്പാകുമോ, നമ്മളിപ്പോൾ കാര്യപ്പെട്ട് നമ്മളെ ഇവിടേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്താ ഈ പറയണമെന്ന് വെച്ചാൽ പറയാം, ഏതൊരു ചെങ്ങായി ഇവിടെ വന്നിട്ട് ഒരു റീലെടുത്ത് പോയിന്, എന്നിട്ട് ഓൻ ആ റീലിട്ടതിൻ്റെ പേരിൽ എൻ്റെ ഭക്ഷണം വലിയ ഉഷാറാണെന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ, നമുക്കിവിടെ സാധാരണ വരുന്ന ആൾക്കാരും അവർക്ക് ഭക്ഷണം കൊടുക്കാറില്ല. അത് കൂടുതൽ ഉണ്ടാക്കിയത് പിന്നെ ബാക്കിയാവോ എന്നുള്ള അറിയില്ല. അങ്ങനെ ഉണ്ടാക്കിയ സമയത്തൊക്കെ ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഭയങ്കര ടെൻഷനാണ്, ഇതൊന്നും വേണ്ടില്ലായിരുന്നു, ഇത് ആരതൊക്കെ ഈ ശൈത്താനൊക്കെ കണ്ടെത്തിയത്, അങ്ങനെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആരാണ് ഈ ശൈത്താനൊക്കെ കണ്ടെത്തിയത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു മറ്റൊരു ജില്ലയിൽ നിന്നും ഒരു 10-70 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് അവർ ഈ ഒരു ഭക്ഷണം ഈ ഒരു ഹോട്ടലിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അതിന് മാത്രം ഒരു ഇതുണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ നാടുകളിലൊക്കെ സാധാരണ ഏതൊരു ഹോട്ടലിലും കിട്ടുന്ന അതേ ഫുഡിനുള്ള അവിടെ ഉള്ളൂ.
പക്ഷെ ഒരു റീൽസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ വൈറലായി കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് ആളുകളുടെ ഒരു ഒഴുക്കാണ് ഇപ്പോൾ. അപ്പോൾ മലയാളികൾ ഈ ട്രെൻഡിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭക്ഷണങ്ങൾക്കും ഹോട്ടലിനൊക്കെ അമിതമായ ചില പ്രാധാന്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. മാത്രമല്ല പലപ്പോഴും ഇപ്പോൾ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന ചില വീഡിയോകളിൽ പിന്നെ അവിടുത്തെ ഭക്ഷണത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്ന വീഡിയോസ് കാണാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർ ഈ ഒരു പ്രൊമോഷൻ നടത്തുന്നത് ഒരു പക്ഷേ അവർക്ക് ഭീമമായൊരു സംഖ്യ ലഭിച്ചത് കൊണ്ടാണ് അല്ലേ, അല്ലാതെ പിന്നെ അവരുടെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യണതല്ല, ഒരു റിവ്യൂ പറയുന്നതല്ല, അങ്ങനത്തെ ഉണ്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ വലിയ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവർ ഹോട്ടലിലേക്ക് വന്ന് ഈ ഭക്ഷണം കഴിച്ച് അതിൻ്റെ റീൽസൊക്കെ എടുത്തിടുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ 1.5 മിനിറ്റ് 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ദൈർഘ്യമുള്ള ആ വീഡിയോ ഒക്കെ അവർക്ക് കിട്ടുന്നത് ലക്ഷങ്ങളൊക്കെയാണ്. 50,000 മുതലൊക്കെയാണ് പല വലിയ ചെറിയ ഒരു ഇൻഫ്ലുവൻസ് തുടങ്ങിയിട്ട് ലക്ഷങ്ങളുടെ മുകളിലൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത്. അത് മാത്രമല്ല ഈ സോഷ്യൽ മീഡിയ ഒരു സ്ട്രാറ്റജി നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹം പറയണത്, ഇപ്പോൾ ഉള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ ഏത് ബിസിനസ് ആണെങ്കിലും അത് ഡെവലപ്പ് ചെയ്യുന്നത് 1 കോടി രൂപയാണ് എന്ത് ചെയ്യുന്നത് ടാർഗറ്റ് വെക്കുന്നത്. ആ 1 കോടി രൂപ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവർ 25 ലാഖ് 25 ലക്ഷം റുപ്യ ആദ്യം എന്ത് ചെയ്യാണ് ഈ ആഡുകൾക്ക് വേണ്ടി പരസ്യത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ 25 ലക്ഷം മുടക്കി കഴിഞ്ഞാൽ വിത്തിൻ 1 മന്ത് വിത്തിൻ 2 മന്ത് അല്ലെങ്കിൽ ഒരു വർഷത്തിനിടയിൽ എന്ത് ചെയ്യാണ് പിടിച്ച് അല്ലെങ്കിൽ അത് വാരി പോകുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഹോട്ടൽ ബിസിനസ്സുകളിലാണ് എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ നമ്മളൊക്കെ ചതിക്കപ്പെടുന്നുണ്ടോ വഞ്ചിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ചിന്തയാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്നുള്ളത്. കഴിഞ്ഞൊരു കാലഘട്ടമുണ്ട്. ഇപ്പോൾ നമ്മുടെ പിന്നെ പൂർവ്വപിതാക്കൾ, അപ്പോൾ അവരൊക്കെ പറയുന്നത് ദാരിദ്ര്യം ഒരു തമാശക്ക് പറയാറുണ്ട്. ഉമ്മ മക്കൾക്കൊക്കെ കഞ്ഞി വിളമ്പി കൊടുത്തൊരു സമയം, അതിലൊരു ആളുടെ പിന്നെ പാത്രത്തിൽ ഒരു വറ്റ് കണ്ടു എന്നാണ്. അപ്പോൾ ആ കുട്ടി അത്ഭുതത്തോടെ പറയണേ, ഇതാ അമ്മ ഒരു വറ്റ്. അപ്പോൾ ആ ഉമ്മ പറയണെന്നാൽ നിൻ്റെ കാക്കക്ക് ഒരു പൊട്ട് കൊടുക്ക്. അത്രത്തോളം ദാരിദ്ര്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം മതി മറന്നിട്ടാണ് ഇന്ന് മക്കൾ അല്ലെ ഈ തലമുറ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് മുമ്പ് ഫേസ്ബുക്കിൽ കണ്ടൊരു സംഭവം, ഒരു പുറം നാട്ടുകാരൻ, അപ്പോൾ നമ്മളെ അതിഥി തൊഴിലാളി, അയാളെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അയാൾ ഒരു കണ്ണൂർ ജില്ലയിലാണ് ഒരു വലിയ കുഴി എടുക്കുകയാണ്, വലിയ കുഴി. അപ്പോൾ അയാളിങ്ങനെ കുഴി എടുക്കുന്ന സമയത്തിന് അയാളെ കണ്ണുകളിൽ നിന്നിങ്ങനെ അയാൾ കരയുന്നുണ്ട്, സങ്കടത്തോടെ കരയുന്നുണ്ട്. അപ്പോൾ ഇയാളെ അടുത്ത് നിൽക്കുന്ന ഒരാൾ ചോദിച്ചു, നിങ്ങളെന്തിനാ ഇത്ര പ്രയാസപ്പെട്ടിട്ട് ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു, ഇങ്ങനെ കരയുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഇന്നലെയാണ് ഇങ്ങോട്ട് വന്നത്. അതായത് എൻ്റെ നാട്ടിൽ ദാരിദ്ര്യമാണ്, 3 മക്കളുണ്ട്, പട്ടിണി കാരണം ഒരു കുട്ടി മരണപ്പെട്ടു, ബാക്കിയുള്ളവർ മരിക്കാതിരിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകി ഒരു കാലമാണല്ലോ. അപ്പോൾ ഞാൻ അവരുടെ കൂടെ വന്നതാണ്. എനിക്ക് ആദ്യം കിട്ടിയ പണി എന്താ വെച്ചാൽ ഈ വീട്ടിൽ ഒരു വലിയ കുഴി കുഴിക്കാം. എന്തിന്? ഇന്നലെ അവിടെ ഒരു കല്യാണം നടന്നിരുന്നു, അതിൽ ബാക്കി വന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അതിലിട്ട് മൂടാൻ. ഞാൻ എങ്ങനെ കരയാതിരിക്കും? കാരണം ഞാൻ വന്നത് പട്ടിണി മാറ്റാൻ. ഇവിടെയാണെങ്കിലോ ഇങ്ങനെ ധാരാളിത്തമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. ഞാനത് പലപ്പോഴും പലയിടത്തും ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. വിഭവങ്ങളുടെ ആധിക്യം. ഇപ്പോൾ ഒരു വിവാഹമൊക്കെ ആണെങ്കിൽ അവിടെ എത്ര എണ്ണം വേണം? ഇപ്പോൾ ഒരൊറ്റ വിഭവം വെച്ചാൽ നമ്മൾ വളരെ മോശക്കാരായിരിക്കും അല്ലേ? അപ്പോൾ അതൊരു പൊങ്ങച്ചത്തിലേക്ക് പോയ ഒരു അവസ്ഥ ഉണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വിശപ്പിന് വേണ്ടി ഭക്ഷണം എന്നത് മാറി ആസ്വാദനത്തിന് വേണ്ടി ഭക്ഷണം എന്ന ഒരു കൾച്ചറിലേക്ക്, അങ്ങനത്തെ ഒരു സംസ്കാരത്തിലേക്ക് പ്രത്യേകിച്ച് മലയാളികൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം സന്തോഷ് എച്ചിക്കാനം അദ്ദേഹത്തിൻ്റെ ഒരു കഥയായിട്ട് എഴുതിയിട്ടുണ്ട്, ബിരിയാണി എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിനോടൊരു ഇൻ്റർവ്യൂ ചോദിക്കുമ്പോൾ, ഇന്ന് നിങ്ങൾ ഈ എഴുതിയ ഒരു കഥ ചില ചരിത്ര സത്യങ്ങളെയൊക്കെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനതൊരു കഥയായിട്ട് എഴുതിയതല്ല, നമ്മുടെ നാട്ടിൽ ഇന്ന് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന് പറയുന്ന ഒരു കഥയാണ് ആ സംഭവം. പക്ഷെ അത് റിയലാണ്, യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ നമുക്കൊക്കെ നമ്മളോടൊക്കെ ഒരു ഏറ്റവും ടേസ്റ്റി ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ മറുപടി പറയാനുള്ളത് നമ്മുടെ വീടുകളിൽ നമ്മുടെ ഉമ്മമാരുണ്ടാക്കിയ നല്ല വിഭവങ്ങളാണെന്നുള്ളത്. പക്ഷെ ഇന്നത്തെ മക്കളുടെ ഒരു അവസ്ഥ ആലോചിക്കുക, അവർക്കൊരിക്കലും വീടുകളിലുള്ള ഭക്ഷണങ്ങൾ താല്പര്യമേ ഇല്ല, ഇഷ്ടമേ ഇല്ല എന്നുള്ളതാണ്. പുറത്തു പോവുകയും ഭക്ഷണം കഴിക്കുകയും, ഇതൊക്കെ
മാസത്തിലൊരിക്കലൊക്കെ ആയിരുന്നത് പിന്നെ 2 ആഴ്ചകൾ ഒരിക്കലായി, പിന്നെ ആഴ്ചയിലൊരിക്കൽ. ഇപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ പാർസൽ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ വലിയ റെസ്റ്റോറൻറ്റുകളിലേക്ക് എത്തിച്ചേരുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലികളിൽ പോലും ഇന്നുള്ളത്. അത് പിന്നെ താഴെക്കിടയിലുള്ള കുടുംബങ്ങളിലും പിന്നെ ഒട്ടും കുറവൊന്നുമില്ല, അവരും ഇതുപോലെ തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ചില പിന്നെ എന്താ പറയുക, മര്യാദകൾ, മര്യാദകളും അതുപോലെ ചില അച്ചടക്കങ്ങൾ, ഒരു അച്ചടക്കങ്ങൾ. ഡിസിപ്ലിൻ അതെ, നമ്മൾ കീപ്പ് ചെയ്യണ്ടേ എന്നുള്ള ഒരു ചോദ്യം കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ചോദിച്ചു പോകുന്നു. അതെ. ആ മര്യാദയിൽപ്പെട്ടപ്പോൾ നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു 3 ഭാഗമാക്കാൻ. ഹദീസുകൾ കാണാൻ സാധിക്കും. ഒരു ഭാഗം ഭക്ഷണം, ഒരു ഭാഗം വെള്ളം, ഒരു ഭാഗം ഒഴിച്ചിടാൻ വേണ്ടി പറഞ്ഞത്. നമ്മൾ ഒരു തമാശക്ക് വേണ്ടി പറയും ഭക്ഷണം ഇങ്ങനെ കഴിച്ചിട്ട് പിന്നെ ഒരു മിനിറ്റ് കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു റാമ്പൊക്കെ വിട്ടാൽ ഒരു ചെറിയ ഗ്യാപ്പ് വന്നല്ലോ, ആ ഗ്യാപ്പിൽ കൂടി എന്തെങ്കിലും ഒന്ന് നിറക്കണം എന്നുള്ള നിലയ്ക്ക് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് കാണാൻ പറ്റും. കാരണം വയറ് നിറച്ച് കഴിച്ചിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ്. പിന്നെ നമ്മുടെയൊക്കെ ആളുകൾ ഇപ്പം ഞാനും നിങ്ങളൊക്കെ അടക്കമുള്ള നമ്മളൊക്കെ ശരീരത്തിൻ്റെ മാറ്റം തന്നെ കണ്ടില്ലേ. നമ്മളൊക്കെ വലിയ കുടവയറന്മാരായി, തടിയില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് വയറ് നന്നായിട്ടുണ്ട്. ആ ഒരു അവസ്ഥയ്ക്ക് നമ്മളൊക്കെ മൊത്തത്തിൽ മലയാളികളൊക്കെ മാറി. നമ്മുടെ ആഹാര രീതി, അതുപോലെ തന്നെ ജീവിത ശൈലി രോഗങ്ങൾ. ഇപ്പോൾ ഏതൊരാൾക്കും ഈ ഷുഗർ അല്ലേ, അത് ഡയബറ്റിക് അതെ പേഷ്യൻസുകളാണ് അതെ ഭൂരിഭാഗം ആൾക്കാർ അതെ അതെ. മലയാളികൾ. പ്രത്യേകിച്ച് കേരളക്കാർക്ക് എന്തുണ്ട്, കുട്ടികൾക്ക് വരെ ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ ആഹാരത്തിൻ്റെ രീതി മാറിയത് കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും പിന്നെ നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന APJ അബ്ദുൽ കലാമിനോട് അദ്ദേഹത്തിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾ ഇത്രയും വലിയ പൊസിഷനിലേക്ക് എത്തിയ ഒരു മനുഷ്യനാണല്ലോ, പക്ഷെ നിങ്ങളുടെ ഭക്ഷണ രീതി പലപ്പോഴും അത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, വളരെ കുറച്ച് മാത്രമാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. അത് മാത്രമല്ല പലപ്പോഴും അത് തന്നെ ഒരു പിന്നെന്താ പറയുക, വലിയൊരു പൊലിപ്പും അങ്ങനെയുള്ള ഫുഡോ നിങ്ങൾ കഴിക്കാറില്ല എന്ന് പറഞ്ഞാൽ അത്ര ഉം. മികച്ച ഭക്ഷണം കഴിക്കാനും കുക്കുമാർ എല്ലാ സംവിധാനങ്ങളുണ്ടായിട്ട് അതൊന്നും പറയണില്ല. ശരി, എങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരല്പം നേരം കൈയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ തല താഴ്ത്തി ഇങ്ങനെ ഒരല്പം ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് അദ്ദേഹം അതിനോട് പ്രതികരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ടേസ്റ്റുള്ള ഭക്ഷണം കഴിച്ചത് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണമാണ്. അവർ 50 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിട്ടുണ്ട്, പക്ഷേ അവരുണ്ടാക്കിയ ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിൻ തുമ്പുകളിൽ എന്താ പറയുക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ വീട്ടിൽ നിന്നും എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി, ചില ദിവസങ്ങളിൽ ചപ്പാത്തി നന്നായി കരിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കെമിസ്ട്രി എന്താണ്, അതിൻ്റെ ഒരു ശാസ്ത്രം എന്താണെന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. വീട്ടിൽ എല്ലാവർക്കും ആവശ്യത്തിനുള്ള ചപ്പാത്തി ഉണ്ടാവില്ല. അപ്പോൾ ഉമ്മ എന്ത് ചെയ്യും, ഒരല്പം സാധാരണ വേവ് കഴിഞ്ഞിട്ടൊന്ന് കരിയുന്ന രൂപത്തിലേക്ക് എത്തും. അപ്പോൾ ചപ്പാത്തി കരിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താണ്, അതിൻ്റെ കഴിക്കുന്ന എണ്ണം കുറയുള്ളൂ എന്നുള്ളത്. ദാറ്റ് ഈസ് എ മെക്കാനിസം. ആ ഒരു മെക്കാനിസമാണ് എൻ്റെ ഉമ്മ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള പല കണ്ടെത്തലുകളും നടത്തിയ ആൾ എൻ്റെ ഉമ്മയാണ്. അവരാണ് എനിക്ക് ജീവിതത്തിൽ പല നേട്ടങ്ങൾ നേടാൻ പ്രചോദനമായതുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ മുൻഗാമികളായ ആളുകൾ, അത് പണ്ഡിതന്മാരാണെങ്കിലും ശരി, രാഷ്ട്ര നേതാക്കന്മാരാണെങ്കിലും ശരി, അവർക്കൊക്കെ ഒരു ലിമിറ്റും അവർക്കൊക്കെ പലപ്പോഴും പറയാനും പങ്കുവെക്കാനുള്ളത് ജീവിതത്തിൻ്റെ ഏറ്റവും ദാരിദ്ര്യ സമയത്ത് കഷ്ടപ്പെട്ട് കിട്ടിയ ആ ഭക്ഷണവും അതിൻ്റെ ടേസ്റ്റൊക്കെ ആണെന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്ക്, ഇന്നത്തെ നമ്മുടെ മക്കൾക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, പുതിയ പുതിയ ഭക്ഷണ വിഭവങ്ങൾ തേടി അന്വേഷണ യാത്രയിൽ കൂടിയാണ് അതെ അതെ അവരെന്നുള്ളതാണ് അതെ. പറയുള്ളത്. അത് മാത്രമല്ല, ഇപ്പം ഈ ആഹാരത്തിൽ തന്നെ വിരുദ്ധാഹാരമുണ്ട്. ചിലത് രണ്ടും തമ്മിൽ ചേരാൻ പാടില്ല. ഇപ്പം നമ്മളൊരു കൂൾ ബാറിൽ കയറി അവിടെ എല്ലാ സാധനവും പാലൊഴിച്ചിട്ടാണ് അടിക്കുക. ചിലത് തമ്മിൽ ചേരാൻ പാടില്ലാത്തതാണ്, നമ്മുടെ ശരീരത്തിന് പറ്റൂല. അതിൽ കുഴപ്പമൊന്നുമില്ല, അത് മിക്സിയിലിട്ട് എല്ലാം ജോയിൻ്റ് ആവും. പക്ഷെ നമ്മുടെ ശരീരത്തിലേക്ക് അത് പറ്റൂല, അത് ആളുകൾ തിരിച്ചറിയുന്നില്ല. അപ്പോൾ രോഗങ്ങൾ ആ രൂപത്തിൽ വരുന്നുണ്ട്. ഞാൻ ചരിത്രത്തിലൊരു സംഭവം ഇത് പറഞ്ഞപ്പോൾ ഓർത്തെന്താ വെച്ചാൽ, പ്രവാചക കാലഘട്ടത്തിൽ പിന്നെ ഒരു പുറത്തുള്ള ഒരാൾ, ഒരു വൈദ്യൻ, നമ്മളങ്ങനെ പറയാം, ഒരു വൈദ്യൻ വന്നു. അയാൾ 2 മാസം അവിടെ നിന്നു. ഇത് പിന്നെ ഈ ഹദീസ് സ്വഹീഹല്ല, അങ്ങനെ പണ്ഡിതന്മാർ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു അവസരത്തിൽ അത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ 2 മാസം അദ്ദേഹം അവിടെ നിന്നു എന്നാണ്. അങ്ങനെ രോഗികളൊന്നും കിട്ടിയില്ല. അങ്ങനെ അയാൾ തിരിച്ചു പോവാണ്. അപ്പോൾ പോകുന്ന പോക്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരിച്ചു പോവാണ്, വേറെ സ്ഥലത്തേക്ക് പോവാണ്. പോകുമ്പോൾ അദ്ദേഹം ചോദിച്ചു ഇത്രേ, എന്താണ് ഇവിടെ ഞാൻ 2 മാസം ഇവിടെ രോഗികളെ ഒന്നും എനിക്ക് കിട്ടിയില്ല. ആ പ്രവാചകൻ പറഞ്ഞു, ഇവിടെ ഭക്ഷണം ഉണ്ടെങ്കിലല്ലേ രോഗമുണ്ടാവൂ എന്നൊരു മറുപടി കൊടുത്തു. അപ്പോൾ ഈ ഭക്ഷണമാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, നമ്മളെ രോഗികളാക്കി മാറ്റുന്നത് എന്ന തിരിച്ചറിവ്
ഉണ്ടാവും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് വയറിനെ മൂന്ന് ഭാഗമാക്കണം, ഒഴിച്ചിടണം, വെള്ളം കുടിക്കണം എന്നൊക്കെ പറയാൻ കാരണം. മാത്രമല്ല ഇന്നത്തെ കുട്ടികളെ യുവാക്കളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പിന്നെ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ ഓരോ പിന്നെ ജംഗ്ഷനിൽ നമ്മൾ നോക്കിയാലും റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും ഒരുപാട് ഈവനിങ് കഫേകളാണ്. വൈകുന്നേര സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി ഏറെ വൈകുന്നത് വരെ അവിടെ കച്ചവടമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം പിന്നെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അദ്ദേഹം ഷെയർ ചെയ്തൊരു കാര്യം, ഒരു വലിയൊരു പ്രോഗ്രാമിൽ വെച്ച് അദ്ദേഹം ഷെയർ ചെയ്തത്, അദ്ദേഹം രാത്രി ഏറെ വൈകിട്ടൊരു പ്രോഗ്രാം കഴിഞ്ഞ് ദൂര സ്ഥലത്ത് നിന്ന് വരികയാണ്. അപ്പോൾ ഈ വരുന്ന അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിലുള്ള യാത്രയിൽ ആ ഒരു അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ടെന്നാണ്. അവിടെ നോക്കുമ്പോൾ ഒരുപാട് യുവാക്കൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടാണ്. അപ്പോൾ അദ്ദേഹം പറയും, എൻ്റെ ജീവിതത്തിൽ ആ ഒരു സമയത്തും നമ്മൾ അങ്ങനെ യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറില്ലല്ലോ. പക്ഷെ അങ്ങനെ എനിക്കത് കണ്ടിട്ട് ഒരു സുഖം കിട്ടില്ല. സമയം നോക്കുമ്പോൾ 12 മണി. ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ അവിടെ എനിക്ക് പരിചയമുള്ളൊരു സുഹൃത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഇന്നലെ എന്താണ് നിങ്ങളുടെ നാടിന് ഒരു കൂട്ടം യുവാക്കൾ അവിടെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടായിരുന്നോ, അതല്ല വേറെ എന്തെങ്കിലും കല്യാണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞല്ലോ, നിങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും അതിലൂടെ രാത്രി യാത്ര ചെയ്തിട്ടില്ലല്ലേ? അത് നേരം പുലരുന്നത് വരെ, അഥവാ ആൾക്കാരൊക്കെ സുബഹിക്ക് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങില്ലേ, അതിൻ്റെ തൊട്ട് മുമ്പ് വരെ അവിടെ ആ ഒരു അവസ്ഥയാണെന്നുള്ളതാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു ചായ കട ഉണ്ട്. ആ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള അവിടെയുള്ള നാട്ടുകാർക്ക് മാത്രം നല്ലതാണ്, അവിടെയുള്ള വളരെ കുറച്ചാണെന്നാണ്. പല ദൂര ദിക്കിൽ നിന്ന് വരെ ആൾക്കാർ എന്ത് ചെയ്യാണ്, രാത്രി അങ്ങോട്ട് എത്തിച്ചേരുക എന്നുള്ളത്. അത് മാത്രമല്ല അവിടുത്തെ ചായക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളാരും എന്ത് ചെയ്തിട്ടില്ല, അവിടെ നിന്ന് കുടിച്ചിട്ടില്ല എന്നാണ്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ചായ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ആക്ച്വലി പാലും വെള്ളവും ചായപ്പൊടി ഉണ്ടാക്കുന്നൊരു സാധനമാണല്ലോ. അതിൽ പിന്നെ വേണമെങ്കിൽ ചിലപ്പോൾ അല്പം ഏലക്കായോ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് എന്നും ഒരു സ്ഥലത്തേക്ക് പിന്നെ ചായ കുടിക്കാൻ വരണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ അഡിക്ഷൻ ഇല്ലേ എന്നാണ് ഈ നമ്മുടെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്താണ് ചോദിക്കുന്നത്. മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിക്കുക, ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു ചെറുപ്പകാലം, നമ്മുടെയൊക്കെ ഒരു ചെറുപ്പകാലം, നമ്മളൊക്കെ ഇതേപോലെ ചായ കുടിക്കാനൊക്കെ വളരെ അപൂർവമായിട്ട് പോകുള്ളൂ അല്ലേ? ഒന്നുകിൽ നമ്മുടെ രക്ഷിതാക്കളുടെ കൂടെ, ഇനി അതല്ല കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ കൂടും, നമ്മളൊരു ചായ എടുക്കും, അതിൻ്റെ കൂടെ എന്താ എടുക്കുക, ഒരു കടി എടുക്കില്ലേ? പക്ഷെ ഇന്ന് ഈ ഈവനിങ് കഫേകളിൽ പോയി കഴിഞ്ഞാൽ ഒരു കടിയൊക്കെ എടുക്കുന്ന ആൾക്കാർ അവരൊക്കെ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരാണ്. കാരണം 4ഉം 5ഉം എണ്ണ പലഹാരങ്ങളൊക്കെയാണ്, എണ്ണക്കടികളൊക്കെയാണ് എന്ത് ചെയ്യണത് ഓരോരുത്തരും തങ്ങളുടെ പ്ലേറ്റിലേക്ക് ഇടുന്നത്. അതൊരു ഹാബിറ്റാക്കി ഇങ്ങനെ മാറ്റുന്നു. അതിലും നിർത്തണില്ല, വീണ്ടും ഇങ്ങോട്ട് എന്നിട്ട് ലാസ്റ്റ് പൈസയൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് 4-5 ആളുടെയൊക്കെയാണ്, പക്ഷെ ഒരാളുടെയൊക്കെ പൈസയാണ് ഏകദേശം 100-100ൻ്റെ മുകളിലൊക്കെ എന്ത് ചെയ്യുന്നത് വരുന്നതെന്നുള്ളത്. അപ്പോൾ ധാരാളമായിട്ട് മക്കൾക്ക്, കുട്ടികൾക്ക്, യുവാക്കൾക്ക് പൈസ ലഭിക്കുന്നുണ്ട്. അവർ പല രൂപത്തിൽ ഇപ്പോൾ കാറ്ററിങ്ങിനൊക്കെ പോയിട്ട് പിന്നെ എന്താ പറയുക നല്ല പൈസ ഉണ്ടാക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികളെ എനിക്കറിയാം അല്ലേ. പലപ്പോഴും പല കല്യാണത്തിന് പോകുമ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലുള്ള മക്കളുണ്ട്, ഞാനതിനെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്, പ്രോത്സാഹിപ്പിക്കാറുണ്ട്. കാരണം അതൊരു പിന്നെ നല്ല കാര്യമാണ്, അവരുടെ കാര്യത്തിന് വേണ്ട പൈസയും കാര്യങ്ങളും. പക്ഷെ അതൊക്കെ ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് ഈ ഒരു കാര്യം മക്കളോട് പ്രത്യേകിച്ച് നമ്മൾ പറയാറുണ്ട്. അഥവാ നിങ്ങൾ ഈ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയ്ക്ക് അതിനൊരു വിലയുണ്ട്, അതിനൊരു വാല്യൂ ഉണ്ട്, ഒരു മൂല്യമുണ്ട്. ആ മൂല്യം കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ കയ്യിൽ വരുന്ന ഈ പൈസ ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും മാത്രമേ നിങ്ങൾ എന്ത് പാടുള്ളൂ, ഉപയോഗപ്പെടുത്തും. ഇതൊരിക്കലും ഒരു അനാവശ്യമായ കാര്യത്തിന് വേണ്ടിയിട്ട്, ഈവൻ നിങ്ങൾക്ക് ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അനാവശ്യമായൊരു കാര്യത്തിൽ ഒരിക്കലും അത് ഉപയോഗപ്പെടുത്തരുത് എന്നുള്ളൊരു അഡ്വൈസ് നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ പൈസയൊക്കെ ഇവർക്ക് കിട്ടുന്നു, അത് അധ്വാനമില്ലാതെ ലഭിക്കുമ്പോൾ ചിലവഴിക്കുന്നതിൽ എന്തില്ല, ഒരു ലിമിറ്റില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വരുമാനം കൂടി, പിന്നെ ഭാര്യയും ഭർത്താവും വീട്ടിൽ ജോലിക്കാരായിരിക്കും. അപ്പോൾ രാവിലെ മുതൽ എന്ത് ചെയ്യും, രാവിലെ മുതൽ ഹോട്ടൽ ഭക്ഷണമായിരിക്കും, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ഉച്ചക്കത്തെ ലഞ്ച്, ഇതെല്ലാം. പിന്നെ രാത്രി പിന്നെ അറിയാലോ മക്കളൊക്കെ എന്താ പറയുക, ഇന്നിപ്പോൾ ഇന്ന് മന്തി ആയിക്കോട്ടെ, ആ ഒരു അവസ്ഥയിലേക്കാണ് മക്കളൊക്കെ എന്ത് ചെയ്യുക പറയുക. എല്ലാവർക്കും ചെറിയ മക്കൾ മുതൽ വലിയ മക്കളൊക്കെ ആ ഒരു അവസ്ഥയിലാണ് പറയുക. സാധാ ഫുഡൊന്നും ആർക്കും ഇല്ല. പിന്നെ ഫുഡുകൾക്ക് പല പേരുകളുണ്ട്, നമുക്കറിയാത്ത എത്രയോ പേരുകൾ ഉണ്ട്. പിന്നെ വിദേശത്തു നിന്ന് കയറി വന്ന കുറേ ഭക്ഷണങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ വന്ന, അതൊക്കെ തെറ്റാണെന്നോ കഴിക്കേണ്ടതൊന്നുമല്ല, പക്ഷെ ഓവറായിട്ട് എന്ത് കഴിച്ചാലും അതെന്താണ് നമുക്ക് ദോഷമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഒരേ ഭക്ഷണം തന്നെ പല നാടുകളിലും പല പേരിൽ, അല്ലെങ്കിൽ പല റെസ്റ്റോറൻറ്റുകളിലും പല പേരിലാണ് അറിയപ്പെടുന്നുള്ളത്. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അടുത്തടുത്ത് ഹോട്ടലുകളുണ്ടാവും. പലപ്പോഴും ഹോട്ടലിലുള്ള ഫുഡൊക്കെ ഒന്ന് തന്നെയാണ്, പക്ഷേ ഇവിടെ ഉള്ളൊരു പേര് അപ്പുറത്ത് എത്തുമ്പോൾ വേറൊരു പേരിലാണ്.
അത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യ കാലങ്ങളിലൊക്കെ ഹോട്ടലുകളിൽ ചെന്നാൽ അവിടെ വ്യക്തമായിട്ട് വില വിവര പട്ടികകളൊക്കെ അതെ ഉണ്ടായിരുന്നു, അതെ ഇന്ന സാധനത്തിന് ഇന്ന റേറ്റ് എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് പല ഹോട്ടലുകളിൽ എന്തില്ല, അതില്ല. അതില്ല ശരി, ചുമരില്ലെങ്കിലും കൊണ്ടുവരുന്ന മെനു കാർഡ് ഉണ്ടല്ലോ, അതെ അതിലുണ്ടെങ്കിലും ഒരാശ്വാസമാണ്. ഒരു എന്താ പറയുക, ഒരു കുടുംബത്തിനൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സംഖ്യകൾ പലപ്പോഴും അവരുടെ മാസ ബജറ്റിനെ പോലും ബാധിക്കുന്ന രൂപത്തിൽ അതെ വരുന്നുണ്ടെന്നുള്ളതാണ്. അതെ അതെ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പേരിലാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മളവിടെ വലിയ ചർച്ചയും കാര്യങ്ങളൊക്കെ അതെ ഉണ്ടായത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നല്ലതാണോ നമ്മൾ അന്വേഷിക്കണം, അല്ലെ ആ ഹോട്ടലിലെ വൃത്തി കാര്യങ്ങൾ നമ്മൾ നോക്കണം. നമ്മുടെ ആരോഗ്യത്തിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രാധാന്യം പ്രാധാന്യം കൊടുക്കണം. കൽപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇതുപോലുള്ള ഹോട്ടൽ ട്രെൻഡുകളൊക്കെ വരുന്ന അതേ സമയത്ത് തന്നെ ഇതിൻ്റെ മറുഭാഗത്ത് കേരളത്തിൽ ആരംഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സും കൂടി അതെ ഉണ്ട്, അതെ അതെ ഹോസ്പിറ്റലുകൾ. ഹോസ്പിറ്റലുകളിൽ. നമ്മളിപ്പോൾ ഈ സ്റ്റുഡിയോ നിൽക്കുന്ന പെരിന്തൽമണ്ണ സിറ്റിയെ അതെ അതെ കുറിച്ച് കുറച്ച് മുമ്പ് സോഷ്യൽ മീഡിയയിൽ അതെ വലിയ ഒരു ആ ഒരു ട്രെയിനർ അദ്ദേഹത്തിൻ്റെ അതെ ഒരു എന്താ പറയുക, സരസമായ ശൈലിയിൽ പറഞ്ഞു, പെരിന്തൽമണ്ണ ടൗൺ എന്ന് പറഞ്ഞ ഒരു ബാലൻസ്ഡ് സിറ്റിയാണെന്നാണ്. അതെ ഒരു ഭാഗത്ത് നിറയെ ഹോട്ടലുകൾ, അതിന് മറുഭാഗത്ത് നിറയെ ഹോസ്പിറ്റലുകൾ. ഹോസ്പിറ്റലുകൾ എന്നാണ്. ഈ നമ്മുടെ എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ മിനിസ്റ്ററിൻ്റെ തൊട്ട് മുമ്പേ ഉള്ള ഒരു 2 ടേം മുമ്പുള്ള കേരളത്തിലെ മന്ത്രിമാരുടെ ഒരു സംഘം ജപ്പാനിൽ പോയി എന്നുള്ളതാണ്. അപ്പോൾ അവർ അവിടെ പോയത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പല സംവിധാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് പോയ എല്ലാവരും നമ്മളെപ്പോലെ എന്താണ് നല്ല കൂടെ ഗുണവേറിയിട്ടുള്ളതാണ്. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ അങ്ങനത്തെ ആളുകളെ കാണാനേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരതിൻ്റെ പിന്നിലുള്ള രഹസ്യത്തിനെ കുറിച്ച് ചോദിച്ചു എന്നാണ്. നിങ്ങളിങ്ങനെ വയറൊക്കെ ചാടിയിട്ട് നടക്കുന്നു, ഞങ്ങളവിടെ അതില്ലല്ലോ, അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ എന്ന് അവരും ഇങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ ആ, നമ്മളിവിടുത്തെ ആളുകൾ അങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ ഭക്ഷണത്തിൽ ഞങ്ങൾ ചില ശീലങ്ങളുണ്ട്. ഞങ്ങൾ ഡിന്നർ ഒരിക്കലും 7 മണിക്ക് ശേഷം കഴിക്കാറില്ല എന്നുള്ളതാണ്. അതെ വൈകുന്നേരം സന്ധ്യാസമയത്ത് 7 മണിക്ക് ശേഷം ഒരിക്കലും ഞങ്ങൾ ഡിന്നർ കഴിക്കാറില്ല എന്നുള്ളതാണ്. ശരിക്കും ആ ഒരു സിസ്റ്റം ഏറെ ആരോഗ്യപ്രദമാണെന്നാണ്. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കണം എന്നാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ നാട്ടിലെ അവസ്ഥ ആലോചിച്ച് നിങ്ങൾ അതെ നേരം രാത്രി തെറ്റിയില്ല. ഏറെ വൈകിട്ട് ആ ഹോട്ടലുകൾ ലൈവ് ആവുന്നത്, അതെ ഫാമിലികൾ വരുന്നത് അപ്പോഴാണ്. കുട്ടികൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം ഇനി വീട്ടിലാണെങ്കിൽ പോലും കഴിക്കുന്നത് ആ കിടക്കുന്നതിൻ്റെ തൊട്ട് മുന്നിലാണ്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ദഹന വ്യവസ്ഥകൾ, ആമാശയവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ വരുത്താൻ അതെ ഇടയാക്കുന്നുണ്ട് എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതെ ഇപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ ഈ നേരം തെറ്റിയ ഭക്ഷണം ഇപ്പോൾ നമുക്കറിയാലോ, നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി മഗ്‌രിബ് സ്വല കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം കഴിക്കുന്നൊരു ഇത് മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കൽ ഇവിടുന്ന് നമ്മളെ പീസ് റേഡിയോയിൽ ഒരു പെരുന്നാൾ ദിനമാണ് അന്ന് രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു 10 മണി ആ സമയമായിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളിപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ നമ്മളെ ആ തിരക്കേറിയ ഭക്ഷണാങ്ങാടിയിൽ ഫുഡങ്ങാടിയിലെത്തിയപ്പോൾ നല്ല ബ്ലോക്കാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ നിങ്ങൾ മനസ്സിലാക്കണം, പെരുന്നാളിൻ്റെ അതുവരെ റമദാനിലെ 30 ദിവസവും ഈ പറഞ്ഞ ഫുഡൊക്കെ കഴിച്ച് അർമാദിച്ച മനുഷ്യന്മാർ പെരുന്നാളിൻ്റെ അന്നും രാത്രി എന്താണ് ഈ പറയുന്ന ഹോട്ടലുകളിലൂടെ വന്ന് അവിടെ നല്ല ബ്ലോക്കാണ്. നമ്മുടെ ആൾക്കാർ വന്നിട്ട് അത്രയും തിരക്കാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, ഈ 30 ദിവസം എന്താണ് നല്ല ഫുഡ് കഴിച്ച ആൾക്കാർ പെരുന്നാളിൻ്റെ അന്നിപ്പോൾ ഉച്ചക്കും നന്നായി കഴിച്ചിട്ടുണ്ട്, പിന്നെ രാത്രിയും എന്താണ് ഈ ഹോട്ടലുകളിലൂടെ വന്ന് ഭക്ഷണം കഴിച്ച് അസുഖക്കാരായി മാറും. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പലർക്കും പല അസുഖങ്ങളുണ്ടല്ലോ, ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തന്നെ ജോലി ചെയ്യാൻ പറ്റാത്ത നടുവേദന, അതുപോലെ തന്നെ മൈഗ്രെയിൻ എന്ന് പറയുന്നത്, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ അവർ പറയും. ഇതൊക്കെ കാരണം എന്താ, ഇതാണെന്ന് അവരോട് പറയാൻ പറ്റില്ല, നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണെന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. അതുമാത്രമല്ല അധ്വാനവുമില്ല. പണ്ടൊക്കെ ഇപ്പോൾ എൻ്റെ ഉമ്മയൊക്കെ പറയാറുണ്ട്, നെല്ല് കുത്തിയിട്ട് അല്ലേ അത് അരിയാക്കിയിട്ടാണ് അവർ അരച്ചും അരച്ച്. ഇടിച്ചും ഒക്കെ അതെ, അവരുടെ ലൈഫ് ഉണ്ടായിരുന്നത്. ഇന്നതൊന്നും ഇല്ലല്ലോ. അത് മാത്രമല്ല, അപ്പോൾ നിങ്ങൾ പറഞ്ഞ സമയത്താണ് എനിക്കിതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇപ്പോൾ ഈ ഹോട്ടൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ഹോട്ടലിലേക്ക് നമ്മൾ കയറാൻ നമ്മുടെ മക്കളുമായിട്ട് പോകണമെങ്കിൽ ആദ്യകാലങ്ങളിൽ ഒരൊറ്റ ഫുഡാണ് എന്ത് ചെയ്യുക, എല്ലാവർക്കും വേണ്ടി ഓർഡർ ചെയ്യുക, അല്ലേ? ഇന്നെന്താണ്, ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത ഫുഡാണ്, അതെല്ലാം ഓർഡർ ചെയ്യുന്നു. അവസാനം നമ്മളുടെ എല്ലാവരുടെയും ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 3 ഇപ്പോൾ ഒരു 5 അംഗങ്ങളുള്ളൊരു ഫാമിലി പോയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അവിടുന്ന് കഴിച്ചിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് 2 പേർക്കെങ്കിലും കഴിക്കാനുള്ള ഫുഡ് അവിടെ ബാക്കിയാവാറുണ്ട്. അതെ അതെ ആ ഒരു കാര്യത്തിൽ നമ്മളൊരല്പം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതില്ലേ എന്ന് കൂടി നമ്മൾ ചോദിക്കണം. ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്ന ഞാൻ വായിച്ച ഒരു കാര്യം,
ഇപ്പോൾ ഈ അടുത്ത് കുറച്ച് മുമ്പ് മരണപ്പെട്ട ടാറ്റയുടെ രത്തൻ ടാറ്റ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറച്ച് ടീമുകളും ജർമ്മനിയിലേക്ക് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും അവരുടെ കമ്പനിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പോയതാണെന്നാണ്. അങ്ങനെ അവരൊരു ഭക്ഷണം കഴിക്കേണ്ട സമയപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇവർ ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ ആ ഓർഡർ എടുക്കുന്ന വെയിറ്റർ ഇവരോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ വേണോ എന്നിങ്ങനെ ചോദിക്കേണ്ടതാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് ജർമ്മൻ പൗരന്മാരായിട്ടുള്ള 2-3 ആളുകൾ, 2 സ്ത്രീകളും അതുപോലെ തന്നെ 2 ആളുകൾ അവിടെ നിൽക്കുന്നതാണ്. ഇവർ ഓർഡർ ചെയ്യുന്നത് കണ്ടിട്ട് അവരിങ്ങനെ ഒരു ആശ്ചര്യത്തോട് കൂടിയിട്ട് അത്ഭുതത്തോട് കൂടിയിട്ട് നോക്കുകയാണ് എന്നുള്ളതാണ്. അവസാനം ഭക്ഷണം കൊണ്ടുവന്ന് നോക്കുമ്പോൾ നല്ല ഇവർ ടീമിന് കഴിക്കുന്നതിനപ്പുറമുള്ള ഭക്ഷണമുണ്ട്. നമ്മളെന്താ ചെയ്യുക? നമുക്ക് ആവശ്യമുള്ളത് കഴിക്കും, ബാക്കി അവിടെ വിട്ടേച്ച് പോകും. ഇപ്പോൾ രത്തൻ ടാറ്റയും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളും കഴിച്ചു. അപ്പോൾ അവിടെയുള്ള ജർമ്മൻ പൗരന്മാരായ ആളുകൾ പറഞ്ഞു നിർത്തരെ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? സ്വാഭാവിക കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞത്, വി ആർ പേയിങ് ദ ബിൽ, ഞങ്ങളല്ല ഇതിൻ്റെ പൈസ അടക്കണത്, ദെൻ വൈ യു ആർ വറി, നിങ്ങളെന്തിനാ ഇതിനെക്കുറിച്ച് ആലോചിക്കണമെന്നാണ്. അത് പറഞ്ഞതേ ഓർമ്മയുള്ളതാണ്. അതുവരെ മാന്യമായിരുന്നിട്ട് അവർ ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കുകയും ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കുകയും 5 മിനിറ്റിനകം പോലീസ് അവിടെ എത്തുകയും രത്തൻ ടാറ്റ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫൈൻ അടച്ചതിൽ എനിക്കൊരു ലജ്ജ തോന്നിയ ഒരു പെനാൽറ്റി അടച്ചത് അതിനാണെന്ന് പറഞ്ഞാൽ നല്ലൊരു സംഖ്യ അവിടെ ഫൈനായിട്ട് അടക്കേണ്ടി വന്നു. പക്ഷെ ആ ഫൈൻ ഇന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മൂല്യം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അവർ ജർമ്മൻകാരായ പൗരന്മാർ പറഞ്ഞത്, നിങ്ങൾക്കൊരു പക്ഷേ പൈസ ഉണ്ടാവാം, ക്യാഷ് ഉണ്ടാവാം, പക്ഷേ ഇത് ഞങ്ങളുടെ നാട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളാണ്. ഇത് ദുർവ്യയം ചെയ്യാൻ, ഇത് വേസ്റ്റാക്കാൻ ഞങ്ങൾ യാതൊരു കാരണവശാലും സമ്മതിക്കില്ല എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഓരോ ഹോട്ടലുകളിലും ആളുകൾ കഴിച്ചതിന് ശേഷം വേസ്റ്റാക്കുന്ന ഫുഡുകൾ ഒരു ബോക്സിൽ നിക്ഷേപിച്ചിട്ട് കാണാൻ പലപ്പോഴും. എത്ര ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് ഓരോ ദിവസവും നമ്മൾ വേസ്റ്റ് ആക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം അല്ലേ, ഭക്ഷണം വേസ്റ്റ് ആക്കുന്ന ഒരു ശീലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട്, അപ്പോൾ നമ്മൾ കഴിച്ചു, ബാക്കി വന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പാർസൽ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി അല്ലേ. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ? പലപ്പോഴും ആവശ്യത്തിനല്ല അല്ലെങ്കിൽ അത്യാവശ്യത്തിനോ അല്ല, ഇത് പുറംപൂച്ചകൾക്ക് വേണ്ടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ പലപ്പോഴും എന്ന് ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ കാണുമ്പോൾ അതൊന്ന് ഹോട്ടലിൽ നിന്നുണ്ട്. പിന്നെ ഇപ്പോൾ വീട്ടിലിപ്പോൾ ഒരു അതിഥികൾ വന്നാലും ഇപ്പോൾ 2 ആളാണെങ്കിലും ഒരു 5 ആൾക്കുള്ളത് നമ്മൾ കൊണ്ടുവരും. എന്നിട്ട് അത് കണ്ട് മുന്നിൽ വെച്ചിട്ട് അല്ലേ, അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യം ശരിക്കില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, 2 ആളുടെ ഭക്ഷണം അത് 3 പേർക്കുണ്ടാവും, അത് മതിയാവുന്നതാണ്. ശരിക്കും അത് മതി. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അയാൾക്കത് ഷെയർ ചെയ്യുമ്പോൾ നമുക്കത് കുറഞ്ഞു പോകണമെന്നില്ല, നമ്മളെ വയറും അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, നിറയുന്നുണ്ട്. അത് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ പറയും ഇന്തോനേഷ്യക്കാർ, ഇപ്പോൾ നമ്മൾ ഉംറക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാം അവർ നമ്മളെ ഹോട്ടലുണ്ടാവും. അപ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണം പലപ്പോഴും ഞാൻ നോക്കുന്നുണ്ട്, നമ്മുടെ ഒരു പപ്പടം പോലെ 2 മക്രോണി പൊരിച്ച്. കാരണം അവരൊക്കെ ഇപ്പോൾ നേരത്തെ ജപ്പാൻകാരെ പറഞ്ഞതുപോലെ തന്നെ അവരൊക്കെ ശരീരം കണ്ടിട്ടില്ലേ, എന്നാൽ നല്ല ആരോഗ്യവന്മാരാണ് എല്ലാവരും. അപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, അനാരോഗ്യമാണ് ഉണ്ടാക്കുന്നത് എന്ന തിരിച്ചറിവ് ശരിക്ക് മലയാളികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഈ ഫുഡ് കൾച്ചർ ഒരു ട്രെൻഡിൻ്റെ പേരിൽ സൃഷ്ടിക്കേണ്ടതല്ല ഫുഡ് കൾച്ചർ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഇപ്പോഴും അല്ലേ, നമ്മൾ ഈ ജീവിക്കുന്ന 2026-ലും ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടി മറ്റുള്ളവരുടെ എന്താ പറയുക ദയയും കാരുണ്യമൊക്കെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികളും ആളുകളുണ്ടെന്നുള്ളതാണ് പല നാടുകളും. ഇപ്പോൾ ഈവൻ നമ്മുടെ രാജ്യത്ത് പോലും ഒരു നേരത്തെ ആഹാരം കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ലോകത്ത് നിലനിൽക്കുക, ഇതൊക്കെ പലപ്പോഴും മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ചില വിഷ്വൽസൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ വരും. പടച്ചോനെ, എന്തൊരു ദാരിദ്ര്യമാണല്ലേ, നമ്മൾ അറിയാതെ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ അമിതമായിട്ട് വേസ്റ്റ് ആക്കുന്ന ഒരു ശീലം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് സഹോദരിമാരോട് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പറയാനുള്ളത്, വീട്ടിലേക്കൊക്കെ നമ്മൾ വീട്ടിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അമിതമായി വേസ്റ്റ് ആക്കുന്ന ഒരു രീതി, അങ്ങനത്തെ ഒരു എന്താ പറയുക, ആ ഒരു രൂപത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതെ, കാരണം ഇപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിൽ പ്രവാചക കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വിശന്നിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്, എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് പോകുന്ന സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്തൂടെ വരുന്നു, ഉമർ റളിയല്ലാഹു മറ്റൊരു ഭാഗത്തൂടെ വരുന്നു. അവരും 2 പേരും ഇറങ്ങിയത് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 3 പേരും കൂടിയും അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ സലാം പറഞ്ഞ് കയറിയിരുന്ന് അവരാവശ്യം പറഞ്ഞു.
അങ്ങനെ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി അവർക്ക് 3 പേർക്കും കുടിക്കാൻ ഓരോ ഗ്ലാസ് വെള്ളവും ഓരോ പച്ചക്കാരക്കയും കൊടുത്തു എന്നാ. ആ പച്ചക്കാരക്ക ഇങ്ങനെ പൊളിച്ച് വായിലേക്ക് ഇടുമ്പോൾ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് നോക്കിയിട്ട് റസൂലുള്ള പറഞ്ഞു, ലതസ്അലുന്ന യൗമഇദിൻ അനിന്നായും, ഈ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന. എത്ര ഗൗരവമാണിത്. നമ്മളൊക്കെ എന്തെല്ലാമാണ് വേസ്റ്റാക്കി കളയുന്നത് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു നല്ല ഒരു ഉച്ച സമയത്ത് ഒരു 12 മണിക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകണമെങ്കിൽ നമുക്ക് ഉറപ്പാണ് ഒരു 500 മീറ്റർ നടന്നാൽ പിന്നെ വെള്ളം കുടിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്രയും ചൂട് അപ്പോൾ ആ കാലഘട്ടത്തിൽ അവിടുത്തെ ചൂട് ഇതൊക്കെ സഹിച്ചിട്ട് അവസാനം കിട്ടിയ ഒരു വെള്ളം കുടിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. അതെ, ആ വചന അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓതി കൊടുക്കണത്. അത് കേട്ടിട്ട് അവർ ഞെട്ടിപ്പോയി. കാരണം ദാഹിച്ചും വിശന്നും വലഞ്ഞ സമയത്ത് കിട്ടിയ ആ ഒരു ചെറിയ കാരക്ക കഷ്ണം കഴിക്കുമ്പോൾ അപ്പോൾ നമ്മളെന്ത് പറയും, എന്തൊക്കെ പറയണം അള്ളാഹിനോട് നാളെ മറുപടി എന്നുള്ളത് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ റസൂലിൻ്റെ ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് നമുക്കറിയാം. ഇനി ഇപ്പോൾ നമ്മുടെ നാടുകളിൽ ഒരല്പം പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ അവരോട് നമ്മുടെ നാടിൻ്റെ ഒരു നേരറിവുകളും അവസ്ഥകളും കാര്യങ്ങളും അവരുടെ ഒരു ചെറുപ്പകാലം അല്ലെങ്കിൽ അവരൊക്കെ വളർന്നു വന്ന ഒരു കാലഘട്ടത്തിനെ കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അനുഭവങ്ങളാണ് അവർക്കും പറയാനുള്ളത് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൊക്കെ ഈ പച്ച പിടിച്ചത് പലപ്പോഴും ഈ ഒരു 1990 ശേഷം അല്ലേ, എന്ന് പറഞ്ഞാൽ ഒരു 10-30 വർഷത്തിലേ ഉള്ളൂ. അതിന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വീടുകളുടെ അവസ്ഥ ആലോചിക്കും, നമ്മുടെ ആളുകളുടെ ഡ്രസ്സിന്റെ അവസ്ഥകൾ ആലോചിക്കും, ഭക്ഷണത്തിനെ കുറിച്ചുള്ള അവസ്ഥ ആലോചിക്കും. ഒരു നാട്ടിൽ ഹോട്ടൽ എന്ന് പറയുന്ന സംവിധാനം തന്നെ ഒന്നില്ല. വളരെ ഒരു ചായയും ഇതുപോലെ എന്തെങ്കിലും കിട്ടുന്ന ഒരു കടകൾ മാത്രം, അതന്നെ വളരെ അപൂർവമായ ആളുകൾ മാത്രമേ അവിടെ നിന്ന് കുടിക്കുള്ളൂ. അത്രയും ദാരിദ്ര്യമുണ്ടായിരുന്ന ഒരു നാടായിരുന്നു നമ്മുടെ നാട്. ഇന്ന് നമുക്ക് കിട്ടിയ ഈ അനുഗ്രഹം തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്തിരും, അള്ളാഹുവിനോട് മറുപടി പറയേണ്ടിരുന്നു. അതെ, ഒരു പരീക്ഷണമാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരല്പം ശ്രദ്ധയും കരുതലൊക്കെ നമുക്കുണ്ടാവണം. ഈ ഭക്ഷണം തേടിപ്പോകുക എന്നുള്ളതല്ല, അത് ദൂരത്തേക്ക്. ഇപ്പോൾ ചിലപ്പോൾ ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ അടുത്ത, പക്ഷെ അതിനു വേണ്ടി മാത്രം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അതിനുവേണ്ടി അതൊരു ട്രെൻഡാക്കി അതിനുവേണ്ടി അവിടെ പോയിട്ടൊരു ചായ കുടിച്ച് ഒരു സെൽഫി എടുത്ത് ഇടുന്നത് രൂപം, അതൊക്കെ നമ്മളെ ലൈഫ് അങ്ങനെയുള്ള ഒരു ട്രെൻഡിന്റെ പിന്നാലെ പോകേണ്ടതല്ല എന്നൊരു സത്യം. നമുക്ക് കഴിക്കാം, നമ്മൾ ആ ഒരു വഴി യാത്ര പോവാണ്, അപ്പോൾ നമ്മൾ ശരിയാണല്ലേ ആ രൂപത്തിലൂടെ ആണെങ്കിൽ ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണതും പോകുന്ന വഴിയിൽ ഭക്ഷണം കഴിക്കുന്നത് 2 വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഇങ്ങനെയുള്ള ഹോട്ടലുകൾ തേടി പോകുന്ന ഒരു കൾച്ചർ നമുക്ക് വേണോ എന്നുള്ളൊരു ചിന്തയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ടും നമ്മൾ മുന്നിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ നമ്മുടെ പൂർവികരൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന കൃഷികൾ, ഇപ്പോൾ ചേമ്പ്, അതുപോലെ തന്നെ അതിൻ്റെ തണ്ട്, പിന്നെ മുരിങ്ങയുടെ ഇല, ഇങ്ങനെയുള്ള വിഭവങ്ങൾ. അതെ, നാടൻ വിഭവങ്ങൾ. ശരിക്കും ഈ തലമുറ ശരിക്കും അതാണ് ശരിക്കും ട്രെൻഡ് ആക്കേണ്ടത് അല്ലേ. ഈ പറയുന്ന വിരുദ്ധാഹാരം കഴിച്ചിട്ടല്ല ചെയ്യേണ്ടത്. ആ പഴയ ഭക്ഷണം കൊണ്ടുവന്നിട്ട് ഫുഡ് കൊണ്ടുവന്നിട്ട് അത് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. നമുക്ക് വേണ്ട എല്ലാ വൈറ്റമിനുകളും അതിലൂടെയാണ് വരുന്നത്. ശരിക്കും ഇപ്പോൾ ഈ വിരുദ്ധാഹാരം കഴിച്ചിട്ട് എന്താ നമുക്കുണ്ടാകും, ഒന്നും നമ്മുടെ ശരീരത്തിന് ഒരു ഗുണവുമില്ല. ശരിക്കും അവർ കഴിച്ചിരുന്നതാണ് അവർക്ക് ഓരോ ഘട്ടത്തിനും ഓരോ വളർച്ചക്കും ഒക്കെ ഉണ്ടായിരുന്ന അതാണെന്ന തിരിച്ചറിവ് ശരിക്കും നമുക്കുണ്ടാകേണ്ടതുണ്ട്. പ്രിയ ശ്രോതാക്കളെ, സ്നേഹക്കൂടിൻ്റെ ഈ എപ്പിസോഡിൽ നാം പറഞ്ഞു വെച്ചത് നമുക്കറിയാലോ, നമ്മുടെ ഭക്ഷണ മര്യാദകൾ കൃത്യമായി നാം സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് വരാനിരിക്കുന്നത് വലിയ നഷ്ടമാണ്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവൻ എല്ലാം അപകടത്തിലാകുന്നു. അതുമാത്രവുമല്ല, ഈ ഒരു ഭക്ഷണത്തിൻ്റെ ആധിക്യം എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ വരാനിരിക്കുന്നത് വലിയ ഒരു ശിക്ഷയാകുമോ എന്നുകൂടി നാം ആലോചിക്കേണ്ടതുണ്ട്. നാം സൂക്ഷിച്ചു നാം കൈകാര്യം ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.